ക്രിസ്തുവിന്റെ മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം, ഒരുമയോടെ പാടാം, അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറിയിടാം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 4-ാം തിരുവാക്യം. ഈശോ അരുളി ചെയ്തു, എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. കാരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, അങ്ങ് തിരുവചനത്തിലൂടെ വളരെ വ്യക്തമായി ഞങ്ങളോട് ഇന്ന് അരുളി ചെയ്യുന്നുവല്ലോ. ഈ ലോകത്തിൽ അങ്ങ് ദാനമായി നൽകിയ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഈശോ തിരുവചനത്തിലൂടെ പറയുക. എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ്. ദൈവമേ, അങ്ങ് ഞങ്ങളെയും പിതാവായ ദൈവത്തിന്റെ പ്രവൃത്തികൾ മാത്രം ചെയ്യുവാൻ ക്ഷണിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ദൈവഹിതം മാത്രം ജീവിച്ച് ദൈവം ഇഷ്ടപ്പെടുന്നവ മാത്രം പ്രവർത്തിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മാർ യൗസേപ്പിന്റെയും മധ്യസ്ഥവും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വചനത്തിൻ കൃപയോടെ മുന്നേറി